സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് സംശയിച്ച സന്ധ്യയോട് മമ്മൂട്ടിയുടെ സ്നേഹാന്വേഷണം ഇപ്പോൾ എങ്ങനെയുണ്ട്? നീറുന്ന മുറിവുകൾ സമ്മാനിച്ച മണ്ണിടിച്ചിലിന്റെ വേദനയെ അല്പനേരത്തേക്കെങ്കിലും മറന്ന് കൃത്രിമ കാലിൽ എഴുന്നേറ്റെന്ന് സന്ധ്യ പറഞ്ഞു. നടന്നു തുടങ്ങി. പിന്നെ മമ്മൂട്ടി സന്ധ്യയുടെ കൈ പിടിച്ചു. ആ മനസ്സിലെ നീറ്റിൽ തിരിച്ചറിഞ്ഞ് മമ്മൂട്ടി പറഞ്ഞു, ഇനി വീടിന്റെയും സ്ഥലത്തിന്റെയും കാര്യമല്ലേ, അത് നടക്കും, ഉറപ്പ്. സന്ധ്യയുടെ മുഖത്ത് ആശ്വാസത്തിന്റെ തെളിച്ചം. കഴിഞ്ഞ വർഷം ഒക്ടോബർ 25-ന് അടിമാലി കുമ്പൻപാറയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഗുരുതരമായി പരിക്കേറ്റ് കാൽ നഷ്ടപ്പെട്ട സന്ധ്യയ്ക്ക് ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സ ഏർപ്പാടാക്കിയതും കൃത്രിമ കാൽ വെക്കുന്നതിന് വേണ്ടിയുള്ള സഹായം ചെയ്തതും മമ്മൂട്ടിയായിരുന്നു. ചികിത്സയ്ക്കും കൃത്രിമ കാലിനുമായി 20 ലക്ഷം രൂപയോളമാണ് വേണ്ടി വന്നത്. മമ്മൂട്ടിയുടെ ജീവകാരുണ്യ പ്രസ്ഥാനമായ കെയർ ആൻഡ് ഷെയറും രാജഗിരി ആശുപത്രിയും ചേർന്ന് പൂർണ്ണമായും സൗജന്യമായാണ് സന്ധ്യയ്ക്ക് ചികിത്സയും കൃത്രിമ കാലും നൽകിയത്. കൃത്രിമ കാൽ വെച്ചതിനു ശേഷം ആദ്യമായി ഡോക്ടറെ കാണാൻ രാജഗിരിയിൽ എത്തിയതായിരുന്നു സന്ധ്യ. മമ്മൂട്ടിയെ നേരിൽ കണ്ട് നന്ദി പറയണമെന്ന സന്ധ്യയുടെ ആഗ്രഹം രാജഗിരി ആശുപത്രി അധികൃതരാണ് കെയർ ആൻഡ് ഷെയർ ഭാരവാഹികളെ അറിയിച്ചത്. ഷൂട്ടിംഗ് ആവശ്യത്തിന് കൊച്ചിയിൽ ആയിരുന്ന മമ്മൂട്ടി തിരക്കുകൾ മാറ്റിവെച്ച് സന്ധ്യയെ കാണാനെത്തി. ചികിത്സയുടെ വിവരങ്ങളും ആരോഗ്യസ്ഥിതിയുമെല്ലാം വിശദമായി ചോദിച്ചു മനസ്സിലാക്കിയ മമ്മൂട്ടി സാരിയും ചെടിയും സമ്മാനിച്ചാണ് സന്ധ്യയെ യാത്രയാക്കിയത്. മണ്ണിടിച്ചിലിൽ സർവ്വവും നഷ്ടമായ സന്ധ്യയ്ക്ക് സ്ഥലവും വീടും നൽകുന്നതിനുള്ള നടപടി ഉടൻ എടുക്കുമെന്നും ഉറപ്പു നൽകി. രാജഗിരി ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജി കുരുട്ടുകുളം, കെയർ ആൻഡ് ഷെയർ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യൻ മരോട്ടിപ്പുഴ, ഡോക്ടർമാരായ ജോർജ് സെബാസ്റ്റ്യൻ, റോബർട്ട് കുര്യാക്കോസ്, സന്ധ്യയുടെ സഹോദരൻ സന്ദീപ് എന്നിവരും കൂടെ ഉണ്ടായിരുന്നു. രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ വീഡിയോ കോളിൽ സന്ധ്യയുമായി മമ്മൂട്ടി സംസാരിച്ചിരുന്നു. തുടർന്ന് കുടുംബത്തിന്റെ ദയനീയാവസ്ഥ മനസ്സിലാക്കി കൃത്രിമ കാൽ വെക്കുന്നതിന് വേണ്ടി സഹായം നൽകാൻ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ചെയർമാൻ കെ മുരളീധരന് മമ്മൂട്ടി സന്ദേശം അയച്ചു. ജനുവരി 31-ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സന്ധ്യയ്ക്ക് കൃത്രിമ കാൽ വെച്ചു. മണ്ണിടിച്ചിലിൽ സന്ധ്യയുടെ ഭർത്താവിന് ജീവൻ നഷ്ടമായിരുന്നു. തുടർന്ന് വീട്ടിൽ മണിക്കൂറുകളോളം സന്ധ്യ കുടുങ്ങിക്കിടന്നു. രാജഗിരി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഇടത്തെ കാലിലേക്കുള്ള രക്തയോട്ടം പൂർണ്ണമായും തടസ്സപ്പെടുകയും അസ്ഥികൾ പലയിടങ്ങളിലായി ഒടിഞ്ഞ് മസിലുകളും കോശങ്ങളും ചതഞ്ഞറിഞ്ഞ നിലയിലായിരുന്നു. 8 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിൽ രക്തയോട്ടം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞെങ്കിലും ചതഞ്ഞറിഞ്ഞ മസിലുകളും കോശങ്ങളും പുറപ്പെടുവിച്ച വിഷാംശം വർദ്ധിച്ച് ആന്തരാവയവങ്ങളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന അവസ്ഥയിലാണ് സന്ധ്യയുടെ ഇടത്തെ കാൽ മുട്ടിന് മുകളിൽ വെച്ച് നീക്കം ചെയ്യേണ്ടതായി വന്നത്. ക്യാൻസർ രോഗത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം മകനും മരിച്ചതിനാൽ നേഴ്സിംഗ് വിദ്യാർത്ഥിനിയായ മകൾ മാത്രമാണ് സന്ധ്യയ്ക്ക് ഇനിയുള്ള തുണ. കൃത്രിമ കാലിലൂടെ പരമാവധി വേഗത്തിൽ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താമെന്ന പ്രതീക്ഷയിലാണ് സന്ധ്യ മടങ്ങിയത്. ഒരു കണക്കിന് ഇതൊക്കെ തന്നെയല്ലേ യഥാർത്ഥ കേരള സ്റ്റോറി എന്ന പേരിൽ പുറത്തിറക്കേണ്ടത്. അതല്ലാതെ ചത്താ പച്ച എന്ന സിനിമയിൽ വാൾട്ടർ എന്ന കഥാപാത്രം മോശമായതിന്റെ പേരിൽ ആ കഥാപാത്രത്തെ മാത്രം എടുത്തു വെച്ച് റോസ്റ്റ് ചെയ്യുന്നതും അന്ധവിശ്വാസത്തിന്റെ പേരിൽ മനുഷ്യരെ തല്ലിച്ചതയ്ക്കുന്നതുമാണോ യഥാർത്ഥ കേരള സ്റ്റോറി? കഷ്ടം തന്നെ.